നോക്കാൻ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ ശാസ്ത്രം ഒരു ദീർഘമായ പ്രസംഗത്തിന് വേദി വിനിയോഗിക്കുന്നില്ല. വളരെ വിശദമായി തന്നെ ശ്രീ കെ സി വേണുഗോപാൽ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്ത വികസന കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, 2011 മുതൽ 2019 വരെയുള്ള വികസനം എന്താണ് നമുക്ക് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാം. ഒരു ഫ്ലക്സ് ബോർഡിൽ ഉള്ള വികസനമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചത് വല്ലംകുഴി പാലം യാഥാർത്ഥ്യമുണ്ട്. കടന്നു പോകുമ്പോൾ നിങ്ങൾക്കറിയാം. കുണ്ടമൺകടവ് പാലം യാഥാർത്ഥ്യമല്ലേ? നടപ്പാക്കി പാലത്തിൽ 3 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ് 2.25 മാസം കൊണ്ട് പൂർത്തീകരിച്ച വട്ടം മുറിഞ്ഞ പാലത്തെ റോഡിന്റെ വികസനം യാഥാർത്ഥ്യം. ഒളിമ്പിക്സ് മത്സരത്തിൽ ഷൂട്ടിങ്ങിന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെ റിക്രൂട്ട് ചെയ്യുന്ന ഷൂട്ടിംഗ് റേഞ്ച് 35 കോടി ചെലവഴിച്ച് ഇവിടെ സ്ഥാപിച്ച ഷൂട്ടിംഗ് റേഞ്ച് യാഥാർത്ഥ്യം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി 1.5 കോടി ചെലവിൽ സ്ഥാപിച്ച സ്വാതന്ത്ര്യ സ്മൃതി മണ്ഡപം യാഥാർത്ഥ്യമല്ല. രണ്ടാമത് ആരംഭിച്ച ഒരു മെഡിക്കൽ കോളേജ്, അതിനെ ഈ സർക്കാർ വന്ന് കൂട്ടി. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് ആ കെട്ടിടം കാണാം. 100 കുട്ടികൾക്ക് 100 ഡോക്ടർമാരെ പരിശീലിപ്പിക്കാൻ വേണ്ടി 100 കുട്ടികൾക്ക് സാങ്ഷൻ ആക്കിയ തിരുവനന്തപുരത്തെ 2ാമത്തെ മെഡിക്കൽ കോളേജാണ് പിണറായി സർക്കാർ നടത്തിക്കൂട്ടി. നിങ്ങൾ ചെന്ന നോക്കിയാൽ കാണാം, ഇപ്പോഴും പൊടി പിടിച്ച് കിടക്കുന്ന കെട്ടിടം. ആ സ്ഥാപനം കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് പിണറായി സർക്കാർ വന്നപ്പോ ആകെ 75 സീറ്റാണ് 2 മെഡിക്കൽ കോളേജുകളായിട്ട് സാങ്ഷൻ കിട്ടിയത്. സീറ്റ് വരണം ഇടുക്കിയിലും പാലക്കാട് അല്ലെ? അതെ, ഇടുക്കിയിലും വയനാട്ടിലും. അതേസമയത്ത് ഒറ്റ മെഡിക്കൽ കോളേജിന് 100 സീറ്റിന്റെ സാങ്ഷൻ കിട്ടി. അതാണ് ഇവരില്ലാതാക്കി. അതുപോലെ തന്നെ അന്ന് നിർമ്മിച്ച റോഡുകൾ CPM ഭരിച്ച കോർപ്പറേഷൻ സംസ്ഥാന UDF സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച റോഡുകൾ അതിപ്പോഴും പലതിനും കേടുപാടൊന്നും കൂടാതെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏകദേശം ഇപ്പൊ വഴിക്കുന്ന റോഡുകളുടെ അവസ്ഥ എന്താ? റോഡ് ആറിയിലാണ് കുത്തിപ്പൊളിച്ചിരിക്കുന്നത്. ഇതിലെല്ലാം പറഞ്ഞാൽ പൈപ്പ് കൊണ്ടിൽ വ്യത്യസ്ത സംഭവങ്ങളല്ലേ. ഞാൻ പറയുന്നത് എന്തെല്ലാം നമ്മുടെ കാലത്ത് ചെയ്തു എന്നുള്ളത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ കഴിഞ്ഞ 7 വർഷം ഇവിടെ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാറുണ്ട്. മറ്റൊക്കെ ജംഗ്ഷൻ വികസനത്തിന്റെ കുറെ പൊളിറ്റിക്ക കെട്ടുന്നത് മാത്രം കാണും. അത് ഓരോ ദിവസം ഓരോ വീട്ടം വിളിക്കുക. അങ്ങനെയാണോ വീട്ടം വിളിക്കും? കോമ്പൻസേഷൻ കൊടുക്കാം. മറ്റേ JCBH നിരത്താവുന്നുള്ളൂ. പക്ഷെ നിരത്തി കഴിഞ്ഞാൽ അടുത്തതിന് കാശ് കഴിയില്ല. അതോടെ പറയും ഇവിടെ പാലം വരുന്നു, റോഡ് വരുന്നു, ഇതൊക്കെ ഫലത്തിൽ കാണാനും. തീർക്കണ മേൽപ്പാലം എവിടെ? മേൽപ്പാലം ഇവിടെയും കുറെ പൊടിയും മണ്ണും ഈ നാട്ടുകാരെ കൊണ്ട് ശ്വസിപ്പിക്കാനല്ലാതെ ഏതെങ്കിലും ഒരു പാലത്തിന്റെ എന്തെങ്കിലും വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നടത്തിയ വികസനങ്ങൾ ഇന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ. ഞാൻ ആദ്യത്തെ 5 വർഷം 2011-16 രാജ്യത്തെ ടേം പൂർത്തിയാക്കിയപ്പോൾ എന്നോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും സംതൃപ്തി നൽകിയ വികസനം എന്തൊക്കെ? ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും സംതൃപ്തി നൽകിയ ഒരു കാര്യം പാവപ്പെട്ട രോഗികൾക്ക്, ക്യാൻസർ വന്നവർക്ക്, കിഡ്നി ട്രബിൾ വന്നവർക്ക്, മറ്റു രോഗം ബാധിച്ചവർക്ക് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ ഫണ്ടിൽ നിന്ന് അന്ന് 3 കോടി രൂപ നൽകാൻ കഴിയും. അന്ന് പത്രക്കാരി അങ്ങനത്തെ റോഡിന്റെയും പാലങ്ങളുടെയും കണക്ക് പറയാത്ത ഞങ്ങൾ അതൊക്കെ MLA ചെയ്യേണ്ട ചോദിച്ചു. പക്ഷെ സംതൃപ്തി എന്ന് പറയുന്നത് മരണം മുമ്പിൽ കണ്ട് ജീവിക്കുന്ന രോഗിയെ അവസാന കാലത്ത് സഹായിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും നമുക്ക് സംതൃപ്തി നൽകുന്ന ഒരു കാര്യം. അത് നമ്മളെല്ലാ രേഖയും വെച്ചിട്ടാണ് അപേക്ഷ കൊടുത്തത്. അതെല്ലാം പരിശോധിച്ചാണ് ഉമ്മൻചാണ്ടി എന്ന് അതിനൊക്കെ ശ്രമിച്ചത്.
അത് എനിക്ക് മാത്രമല്ല, അന്ന് നേമ MLA ആയിരുന്ന ശിവൻകുട്ടിക്കും അതുപോലെ കിട്ടിയിട്ടുണ്ട്. ഭരണകക്ഷി എന്നോ പ്രതിപക്ഷം എന്നോ നോക്കാതെ ന്യായമായിട്ടുള്ള കാര്യങ്ങളെന്ന് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായി, ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുണ്ടായി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. എല്ലാത്തിനും ഉപരിയായി ഞാനൊരു കാര്യം നമ്മളോട് പറയാം. 8 വർഷത്തിൽ MLA ആയിരുന്നപ്പോ ഒരു ചീത്ത പേരും ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. ഞാൻ പ്രൊമോട്ടറായിട്ട് ഞാൻ ഒരു കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ നിയമവും ലംഘിച്ചുകൊണ്ട് അഡ്വഞ്ചർ ടൂറിസത്തിന് ഞാൻ കോൺട്രാക്ട് എടുത്തിട്ടില്ല. 3 നാൾ പൊട്ടിയ കണ്ണാടി കൊണ്ടുള്ള മാളിക ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതിന്റെ പേരിൽ ഒരു വിജിലൻസ് നോട്ടീസ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചിട്ട്, കാരണം ഈ നാടിന്റെ നന്മ മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. ഭാവിയിൽ അത് തന്നെയാണ്. ഞാൻ അടിയറയിട്ട് പറയുന്ന വീണ്ടും നിങ്ങളുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടാൻ സന്ദർഭമുണ്ടായ അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. ഉദാഹരണം ചില കാര്യങ്ങൾ ഒരു കാലത്ത് എനിക്ക് നിർബന്ധമുള്ളത്, ഇനി ഒരുപാട് വികസനം ഇവിടെ നടത്താനുണ്ട്, അത് ചെയ്തു തന്നെ പറ്റും. ആ കാര്യത്തിൽ നോ കോംപ്രമൈസ്. നമുക്ക് ഊട്ടി കിടക്കുന്ന 2ാമത്തെ മെഡിക്കൽ കോളേജ് തുറക്കണം. ആ 2ാമത് മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജ് ഇങ്ങനെ നിരാശ ഉണ്ടാവുകയും ആ മെഡിക്കൽ കോളേജ് നമുക്ക് ആരംഭിക്കണം. അതുപോലെ തന്നെ ജംഗ്ഷൻ വികസനം പഴയ അലൈൻമെന്റ് വെച്ച് പൂർത്തിയാക്കണം. നമ്മുടെ കാലത്തുണ്ടാക്കിയ പഴയ അലൈൻമെന്റില് അമ്പലവും പള്ളിയൊന്നും സ്പർശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനെയല്ല. ചില സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പുതിയ അലൈൻമെന്റ് അത് വിമർശനം ചെലുത്തി ഒരുക്കി. ഇപ്പൊ പേരുകട ഒക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു ക്രിസ്ത്യൻ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ഒരു കിണറ് എടുത്തു കളയാൻ നോക്കും. അതിന്റെ അപ്പുറത്തുള്ളവരെയൊന്നും സ്പർശിച്ചിട്ടില്ല. അങ്ങനെയുള്ള വികസനത്തിന്റെ ആവശ്യം ശരിക്കും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പഴയ അലൈൻമെന്റ് ഉൾപ്പെടെ ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് പൂർത്തിയാക്കണം. പിന്നെ അത്യാവശ്യം ഹൈടെക് വികസനം വേണം. നമ്മുടെ തലസ്ഥാനമാണ് മെട്രോ ഇല്ലാത്ത ഏക തലസ്ഥാനം കേരളത്തിന്, അല്ല ഇന്ത്യയിൽ പല തലസ്ഥാനങ്ങളും. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മെട്രോ അവിടെ പട്ടം വഴിക്ക് കടന്നു പോകുന്ന മെട്രോ എന്ന അലൈൻമെന്റൊക്കെ തയ്യാറാക്കിയതാണ്. അതിന്റെ വർക്ക് നടക്കുന്നതാണ് ഗവൺമെന്റ് പറഞ്ഞത്. പിണറായി സർക്കാർ അത് ക്യാൻസൽ ചെയ്തു. ഞാനാണ് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. മുഖ്യമന്ത്രിയുടെ ഇത് ലാഭകരമല്ല, ഞാൻ വലിയ ലാഭം നോക്കേണ്ടത്, സമയത്തിന്റെ ലാഭമാണ് നോക്കേണ്ടത്, സാമ്പത്തിക ലാഭമല്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുള്ളൂ. ഡൽഹിയിലെ കേരള ബസിന്റെ മുഴുവൻ മെട്രോ സ്റ്റേഷനിൽ ട്രെയിൻ കയറിയാൽ, മെട്രോ കയറിയാൽ 15 മിനിറ്റ് കൊണ്ട് ഡൽഹി എയർപോർട്ടിലെത്താം. എന്നാൽ കേരള ബസിന്റെ കാറിൽ ഡൽഹി എയർപോർട്ടിലേക്ക് പോയാൽ 1.5 മണിക്കൂർ. ഒരു ഉദാഹരണമാണ്. അതുകൊണ്ട് നമുക്ക് അത് ആ മെട്രോ നമുക്ക് നേടിയെടുക്കണം. അപ്പോ ഹൈടെക് വികസനം മുതൽ സാധാരണക്കാരുടെ സഹായമായ വികസനം വരെ നമുക്കൊരു ഉണ്ടാവണം. അതിന് തീർച്ചയായിട്ടും എല്ലാവരും നമുക്ക് എല്ലാം കൊണ്ടും നമ്മുടെ എല്ലാം നീക്കങ്ങളും നല്ലത്. ഇന്നലെ തന്നെ നാമനിർദ്ദേശ പത്രിക കൊടുത്തപ്പോ 11,000 കൃത്യം ഞാൻ നോമിനേഷൻ കൊടുത്തു. 11:30 ഇടതുപക്ഷം നോമിനേഷൻ കൊടുത്തു. 12 മണിയായപ്പോ BJP നോമിനേഷൻ കൊടുത്തു. അതുപോലെ തന്നെ നടപടിക്രമം അവിടെയും നമുക്ക് നല്ല അനുഭവം. ഇന്ന് പല ദേവാലയങ്ങളിലും പോയത് എല്ലാവർക്കും സ്ഥാനാർത്ഥി പറഞ്ഞാൽ ഏത് പാർട്ടിയാണെങ്കിലും പള്ളിയുള്ളൂ. ഇന്ന് ചില ദേവാലയങ്ങളിൽ പോയപ്പോ അവര് പറഞ്ഞു, ഇവിടെ എത്തിയ പട്ടികൾക്കാരുടെ UDF സ്ഥാനാർത്ഥിയെ അതിവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വന്നു. അപ്പൊ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, രണ്ടാമതായി ഇവിടെ എത്തിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട്. അതും നിമിത്തം നല്ലതാണ്. മൂന്നാമത് ഇന്നത്തെ കൺവെൻഷൻ സത്യത്തിന് ഞാൻ ഈ രാഹുകാലത്തിലൊക്കെ നല്ല ചടങ്ങിന് രാഹുകാലത്ത് നോക്കുന്ന വിശ്വാസം. ഞാന്
നമ്മുടെ ഉദ്ഘാടകങ്ങൾ പറഞ്ഞു 4 മണിക്കാണ് കൺവെൻഷൻ. അധികം പറഞ്ഞാൽ 5 മണിക്കല്ല. ഇന്ന് നോക്കിയപ്പോഴാണ് 4 മുതൽ 6 വരെയായിരുന്നു. അധികം 6 നിമിഷമൊക്കെ നല്ലതാണ്. ഇനി നന്നായിട്ട് അധ്വാനിച്ചാൽ 9-ാം തീയതി വരെ കഷ്ടപ്പെട്ടു. എനിക്കറിയാം കടുത്ത ചൂടാണ്. ഞാനും എല്ലാ ദിവസവും നിങ്ങളോടൊപ്പം ഡോർ ടു ഡോർ ക്യാമ്പയിനിലൊക്കെ വരുന്ന ആളാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അതുപോലെ നന്നായിട്ട് അധ്വാനിച്ചാൽ നമുക്കത് വിജയിക്കാൻ കഴിയും. ഒരു കാര്യം ഉറപ്പാണ്, UDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് വിജയിക്കുമെന്നത് 100% ഉറപ്പാണ്. ആ 100ന്റെ കൂട്ടത്തിൽ ഒറ്റയുണ്ടാവും എന്നത് 101% ഉറപ്പാണ്. നമുക്ക് എല്ലാവരും ഒരുമിച്ച് നീങ്ങാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ തിരക്കിനിടയിൽ ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വന്ന AICC അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനോടുള്ള നന്ദിയോടെ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വലിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ജയ് ഭാരത്, ജയ് ഇന്ത്യ.